എന്നിട്ട് പറയണോ? ഹലോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അസ്സലാമലൈക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. ഞാൻ എന്നിൽ പിന്നെ എല്ലാ കുറവുകളും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിൽ വന്നിരിക്കണേ. അപ്പോൾ എനിക്ക് വരാനുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എല്ലാം ഞാൻ ഇതിനകത്ത് പറയണമായിരിക്കും. എന്നെ അത്രയും വരാനുള്ള ഒരുപാട് അത്യാവശ്യമുണ്ട് എനിക്ക്. അതിനകത്ത് വരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം വളരെ കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം വീഡിയോ. പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന ആ കാര്യത്തിൻ്റെ ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പോൾ ആ കിണറിൽ വീണ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ. ആ കിണറിൽ വീഴാൻ വന്നതായ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആയിത്ത തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുഖത്ത് അലർജി പ്രോബ്ലം വന്നേക്കാം. അതുകൊണ്ട് എനിക്ക് സ്കിന്നിലൊക്കെ വളരെ പൊട്ട് പോലെ ഇങ്ങനെ ഒരു സ്കിൻ പ്രോബ്ലം. അപ്പോൾ ഇത് തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അയിത്ത അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയിത്തയുടെ അടുത്ത് ബക്കറ്റ് ഉണ്ടായി. അപ്പം ഞാൻ ആ ബക്കറ്റ് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എനിക്ക് വെള്ളം കോരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കിണറ്റിൽ ഇങ്ങനെ കപ്പിയും ബക്കറ്റും കയറൊക്കെ ഉണ്ട്. കിണറിങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇല്ല, കിണറാണ്. അതിൻ്റെ ഒരു കല്ലോ ഇങ്ങനെ വച്ച് കെട്ടിയിട്ടുള്ള ഒരു കിണർ. മോൾ ഭാഗത്തേക്ക് പണിതട്ടില്ല. അപ്പോൾ കപ്പി ഇതൊക്കെ ഉണ്ട്. അതുമ്പോൾ ചവിട്ടി നിന്നിട്ടാണ് നമ്മൾ ഈ വെള്ളം കോരണത്. അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് അതിനകത്തൊക്കെ വിടൂല. അപ്പോൾ പക്ഷെ ഉമ്മ കണ്ടില്ല. ഉമ്മ എന്നെ അടുക്കളയിൽ നിന്നിട്ട് എനിക്ക് പൈസ തന്നിട്ട് അകത്ത് നിന്ന് പൈസ തന്ന് ഞാൻ ആ പൈസ വാങ്ങി പുറത്തിറങ്ങി വാലിന് പുറത്തിറങ്ങി പോകുന്നു. പിന്നെ കുറച്ച് ആ കോമ്പൗണ്ടിലേക്ക് നടന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് കടയിലേക്ക് പോണത്. ഉമ്മ കടയിലേക്ക് പോയിട്ടുണ്ടാവും നിർത്തും. ഉമ്മ പിന്നെ ഇത്ത തുണി അലക്കണതൊക്കെ ഉമ്മക്ക് അറിയാം. പക്ഷെ അവിടെ ഞാൻ നിൽക്കുന്നു ഉമ്മക്ക് അറിഞ്ഞുള്ളൂ അങ്ങോട്ട് പോകുന്നു. ഞാൻ ഇത്ത തുണി അലക്കുന്ന അടുത്തേക്ക് ചെന്നിട്ട് ഇത്തക്ക് ഈ ബക്കറ്റ് എടുത്തിട്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റ് എടുത്ത് പോയപ്പോൾ ഇത്ത അലക്കിയ തുണിയുമായിട്ട് ഇത്ത വെയിലത്തിടാൻ വേണ്ടി അഴ കെട്ടാൻ വേണ്ടി പോയി. ഇത്തയുടെ തുണികൾ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞ് ഒരഴ കെട്ടണം ഇത്ത. എൻ്റെ ഉമ്മ അടുത്ത് കയറി ചോദിച്ചു. അപ്പോൾ ഉമ്മ കയറെടുത്ത് കൊടുത്ത് ഉമ്മയും ഇത്തായും കൂടി ഇത്തയുടെ തുണികളിടാനായിട്ട് അഴ കെട്ടാൻ പോയി. കയറെടുത്തിട്ട് അഴ കെട്ടാൻ പോയപ്പോൾ ആ സമയത്ത് ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വെള്ളം കിണറ്റിലേക്ക് ഇങ്ങനെ പാള ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറിങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ ഊർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനതിങ്ങനെ കാണണേ കേട്ടോ ബക്കറ്റ് പോയിക്കൊണ്ടിരിക്കണത്. ആ ബക്കറ്റ് പോയി വെള്ളത്തിലേക്ക് മുട്ടി നിൽക്കുക. വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ബക്കറ്റ് പോയിട്ട് ഞാനിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടികളില്ല വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കിയ ഇത്താന. അപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തായും എൻ്റെ ഉമ്മായും കൂടിയും വീട് കുറച്ച് ദൂരമുണ്ട്. പറമ്പിൻ്റെ ആ ഒരു സൈഡിലാണല്ലോ കിണറ്. ഉമ്മായും ഇത്തായോടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഇത്തയുടെ മുഖത്തോട് സ്പേസ് രണ്ടുപേരോടും ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നും കൊണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കൂടിയും. അപ്പോൾ എന്നെ ശ്രദ്ധിക്കണില്ല കേട്ടോ. എന്നെ അറിയില്ലല്ലോ ഉമ്മാക്ക് ഞാൻ വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന് ഉമ്മാക്ക് അറിയില്ല. ഉമ്മടി ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കണത് മാത്രമേ ഞാൻ കാണുന്നത്. ഞാൻ അതോടി കിണറ്റിലേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കലും ഉമ്മാനെ കാണലും അതോടെ എൻ്റെ കൈ ഞാൻ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുക. രണ്ട് കൈയും എൻ്റെ ഈ ഒരു സൈഡിലെ കയറിലാണ്. ഒരു സൈഡിലെ കയറ് കിണറ്റിൽ വീണ് കിടക്കുക. വെള്ളം മുക്കി എടുത്തേക്കുക ബക്കറ്റിൽ. ഒരു സൈഡിൽ നമ്മളിങ്ങനെ കോരണ ഭാഗം എൻ്റെ കയ്യിലിരിക്കുക. ആ രണ്ട് കൈയും എൻ്റെ ഈ കയറിൽ ഈ ഫസ്റ്റ് നമ്മൾ വെള്ളം കോരണ ഭാഗത്തുള്ള കയറിൽ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. ആ ഇരുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ കിണറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് കൈയും നമ്മുടെ ഈ കയറിലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കയറ് വീണ്ടും മറ്റേ ഭാഗം പൊങ്ങി വരുമ്പോൾ നമ്മൾ ഈ കയറ് കൊണ്ട് താന്ന് പോയിക്കൊണ്ടിരിക്കുക. ഈ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കിണറിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോൾ എനിക്ക് മറ്റേ ഭാഗം പൊങ്ങി വന്നിട്ടുള്ളൂ. കിണറ്റിൻ്റെ ഉള്ളിലേക്ക് പോയ ബക്കറ്റും വെള്ളം കൂടി പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് റബ്ബ് എൻ്റെ കയ്യിലേക്ക്, എനിക്കറിയില്ല, എൻ്റെ ആ ബക്കറ്റിൻ്റെ ആ ഭാഗം ബക്കറ്റ് ഉള്ള ആ ഭാഗം എൻ്റെ ഈ ഇടത്തെ കയ്യിലേക്ക് പിടിക്കാൻ തോന്നി.
നമുക്ക് നാല് പഠിക്കുമ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ടാവും, നമ്മൾ എത്ര ചെറിയ കുട്ടി, നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരമില്ല. പഠിച്ചനെന്തോ എൻ്റെ കയ്യിലൊക്കെ ആ ബക്കറ്റുള്ള ഭാഗം തന്നു. എൻ്റെ ഈ ഒരു കൈ കൊണ്ട് ഞാൻ കിണറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട, കയറ് തൂങ്ങി പോയിക്കൊണ്ടിരിക്കുക. മറ്റത് പൊങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഭാഗം കൂടി അള്ളാഹു ഒരു തടയായിട്ട് എന്നെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഭാഗം, ഒരു കൈക്ക് മറ്റേ കയറും കൂടി തന്നു. അത് ബക്കറ്റിൻ്റെ അടിഭാഗത്തുള്ള ഭാഗമായിരുന്നു. അതിങ്ങ് തന്നപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഭാഗം കൂടി കിട്ടിയപ്പോൾ രണ്ട് ഭാഗം കൊണ്ടും കുട്ടിപ്പിടിച്ച് ഞാൻ തൂങ്ങിക്കിടക്കുക കിണറ്റിൻ്റെ അടിയിൽ. ഈ ഉമ്മായി ഇത്തായും എൻ്റെ ഉപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങണം. എൻ്റെ ഉമ്മക്ക് 3 മക്കളാണ്, 2 ആൺമക്കളും 1 പെണ്ണും. അപ്പം എൻ്റെ വലിയക്കാക്ക അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കണം, എൻ്റെ മൂത്ത സഹോദരൻ. അന്ന് എൻ്റെ വലിയക്കാക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുമായിരുന്നു. ഞാൻ 4ൽ പഠിക്കാം. അപ്പോൾ എൻ്റെ കൊച്ചിക്കാക്ക ഉണ്ട് 6ൽ പഠിക്കാം. അപ്പോൾ എനിക്ക് ഈ വലിക്കാക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് വലിക്കാക്ക വൈകുന്നേരം സമയത്ത് പഠിത്തം കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ പോകും. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ പോകാൻ വേണ്ടി എൻ്റെ വലിക്കാക്ക കുളിക്കാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. വർക്ക്ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് കുളിക്കണേന് വലിക്കാക്ക. കുളി കഴിഞ്ഞ് വലിക്കാക്ക ഇറങ്ങിയപ്പോൾ ഞാൻ കിണറ്റിൽ വീണതൊന്നും ആരും അറിയില്ല. എൻ്റെ ഉപ്പ നല്ല ഉറക്കം, ഉമ്മ മുറ്റത്ത് നല്ല ആയിത്തായിട്ട് സംസാരം. എൻ്റെ കൊച്ചിക്കാക്ക വീട്ടിലില്ല, ഉപ്പ കിടന്ന് ഉറങ്ങണ്. വലിക്കാക്ക കടയിൽ പോകാൻ വേണ്ടി റെഡിയാവണ്, കുളിച്ച് റെഡിയാവണ്. ഉമ്മ മുറ്റത്ത് നിന്ന് സംസാരിക്കണായിത്തായിട്ട്. ഞാൻ കിണറിൻ്റെ ഉള്ളിലും, വലിയ കിണറിൻ്റെ ഉള്ളിലും, ഞാൻ ആ കിണറിൻ്റെ ഉള്ളിലിരുന്നും കൊണ്ട് ഉമ്മാ ഉമ്മാ ഉപ്പാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക കിണറിൽ തൂങ്ങിക്കിടന്നിട്ട്. എനിക്ക് എന്തോ എൻ്റെ കയ്യിൽ നിന്ന് 2 വശത്തെ കയറ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഞാൻ തൂങ്ങിക്കിടക്കുക. എൻ്റെ വയറും എൻ്റെ 2 സൈഡിലെ വാരിയെല്ലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് ശ്വാസം കിട്ടൂലല്ലോ നമുക്ക്. നമ്മുടെ ശക്തി മൊത്തം നമ്മൾ മുകളിലേക്ക് പിടിച്ച് നമ്മളെ ബലമായിട്ട് നമ്മൾ താഴേക്ക് തൂങ്ങിക്കിടക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് ഊർന്ന് ഇനി അറ്റമില്ല. കയറിൻ്റെ തുമ്പാണ് 2 ഒരു സൈഡിൽ ഒരു ബക്കറ്റിൻ്റെ സൈഡും ഒരു സൈഡിൽ കയറിൻ്റെ തുമ്പുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ വലത്തെ സൈഡിൻ്റെ കയറിൻ്റെ തുമ്പ് പോയാൽ ഞാൻ ബക്കറ്റെ പാടി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. ബക്കറ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഈ കയറും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം ഈ കയറിൻ്റെ ഉള്ളിലെ തുമ്പാണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത്. തുമ്പ് അതിൻ്റെ ഉള്ളിൽ കെട്ടങ്ങനെ ഒന്നുമില്ല, തുമ്പായിട്ട് കൂട്ടിത്തേർത്തതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അത് ഞാനിനി ബലം പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ കൈ വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. കയ്യിൽ നിന്ന് കയറ് വിട്ടുപോയി ഞാൻ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുമല്ലോ. പാളയാണ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് ഈ കയറ് കൊണ്ട് തൂങ്ങി അങ്ങോട്ട് പോകും. എങ്ങനെയോ ഞാൻ പോകും കിണറിൻ്റെ ഉള്ളിലേക്ക്. 1 സെക്കൻഡ് മതി. കാരണം എന്താ വെച്ചാൽ അത്രയും അവശതയായിട്ട് തൂങ്ങിക്കിടന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉപ്പ ഉറക്കത്തിൽ എൻ്റെ വിളി കേട്ട്. അത്രപോലെ എൻ്റെ ഉമ്മായി ആയിത്തായി സംസാരിച്ചുകൊണ്ടിരിക്കണതിൽ കേട്ടില്ല, എൻ്റെ വിളി കേട്ടില്ല അവർ. കാരണം ഞാൻ കിണറിൻ്റെ ഉള്ളിൽ കിടന്ന് ഉപ്പാ ഉമ്മ എന്ന് വിളിക്കണം. ഉപ്പ മുറിക്കുള്ളിൽ അവരുമായിട്ട് മുറ്റത്തുനിന്ന് വേറെ റൂമിൽ കയറിയിട്ട് വേണം വേറെ റൂമിലേക്ക് കയറാൻ. ആ സൈഡിലാണ് റൂം. ആ റൂമിൽ കിടന്ന് ഉപ്പ കിടന്ന് ഉറങ്ങണം. ഉപ്പ കേൾക്കണം എൻ്റെ വിളി. ഉപ്പാന്ന് പറഞ്ഞ് ഉറക്കത്തിൽ എൻ്റെ ഉപ്പാനെ അള്ളാഹു കേൾപ്പിച്ച വിളി. ഉപ്പ അള്ളാഹുവിൻ്റെ മോളും പറഞ്ഞ് ഉപ്പ മുണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഓടണം. അങ്ങനെയാണ് ഉമ്മായും അയത്തായും കാണണേ. എന്തിയെന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മ ഇത്തേണ്ടിയും അള്ളാഹുവിൻ്റെ മോളെന്തിയടിയേ എന്ന് പറഞ്ഞ് ഉപ്പ ഓടണം. ഉപ്പ ഓടുമ്പോൾ പുറകെ ഉമ്മ ഇത്തേ ഓടിയണം. ഉപ്പ വന്ന് കിണറ്റിലേക്ക്. കിണർ എത്രയോ കിലോമീറ്റർ താഴ്ചയിലാണ് കിണറെന്നറിയാമോ. ആ താഴ്ച ഉള്ളിൻ്റെ ഭൂമിയുടെ അടുക്കിലിരുന്ന് ഞാൻ വിളിക്കണത് എൻ്റെ ഉപ്പ ഉറക്കത്തിൽ കേട്ട്. ആ ഉറക്കത്തിൽ കേട്ട ഉപ്പ ഓടി മുറ്റത്തേക്ക് മുണ്ട് കൊടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഓട്ടം കണ്ട് ഉമ്മായി ഇത്തായും ഉപ്പയുടെ പുറകോടി കിണറിൻ്റെ വക്കത്ത് വന്ന് നിന്ന് ഉപ്പ കിണറിലേക്ക് ചാടാൻ പോകണം. അങ്ങനെ ഉപ്പാനെ കയറി ഈ തായും അങ്ങനെ ഉമ്മ വന്നു കഴിഞ്ഞ് എല്ലാവരും കൂട്ടക്കരച്ചിലായി. ഉപ്പ കരയണ്, ആ ഇത്ത കരയണ്. അങ്ങനെ അയലക്കാർ മൊത്തം കിണറിൻ്റെ ചുറ്റിനും വന്ന് നിമിഷ സെക്കൻഡിനുള്ളിൽ അയലക്കാർ മൊത്തം ആൾക്കാർ വന്ന് കിണറിൻ്റെ വക്കത്ത് നിറച്ച ആൾക്കാരിനൊക്കെ. അങ്ങനെ എൻ്റെ വലിക്കാക്ക ഇത് ഉള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിക്കാക്ക ഓടിച്ചട്ടയെന്ന് ഉറങ്ങി കിണറിൻ്റെ വക്കത്ത് വലിക്കാക്കയും വന്നു. അപ്പോൾ വലിക്കാക്ക ഞാനിങ്ങനെ കിണറ്റി തൂങ്ങിക്കിടക്കുകയല്ലേ. അങ്ങനെ വലിക്കാക്ക എന്ത് ചെയ്യുന്ന യാ മുഹിദ്ദീൻ അള്ളാ യാ മുഹിദ്ദീൻ യാ റസൂലേ യാ നബിയേ അള്ളാ എന്ന് പറഞ്ഞു. ഇപ്പം വലിക്കാക്ക ഇങ്ങനെ വിളിച്ചുകൊണ്ട് യാ അള്ളാ എന്ന് പറഞ്ഞ് വിളിച്ച് ഈ പിടിച്ചോ മോളെ, കൈവിടലേട്ട മോളെ എന്ന് വലിയൊക്കെ മോളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഉപ്പ കിണറ്റിൽ ചാടാൻ പോണ്, ബോധം കെട്ട് വീണ്. ഉമ്മ അതിലപ്പുറം ഉപ്പാനെ ആൾക്കാർ പിടിക്കണ്. അങ്ങനെ ഭയങ്കര അലമുറട്ട കരച്ചിലും ഒക്കെ ഞാൻ ഉള്ളിൽ എനിക്ക് കേൾക്കാം. പക്ഷേ
എനിക്ക് അവർക്ക് പേടി മിണ്ടലെന്ന് ഉപ്പാനുമ്മനെ അകറ്റി നിർത്തിയിട്ട് ആളുകൾ ചുറ്റും നിന്നിട്ട് ഒരു കയറുമ ഒരു വശത്തെ കയറുമ എൻ്റെ വെല്ലിക്കാക്കായും മറ്റേ വശത്തെ കയറുമ ആ ഇത്തായും പിടിച്ച് വേറെ ആൾക്കാരൊക്കെ കൂടി പള്ളിയിൽ ഉസ്താദ്മാരൊക്കെ വന്ന് ആ നിമിഷമുണ്ട്. ആൾക്കാരൊക്കെ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഫോൺ സൗകര്യമില്ല, ഒരു വീട്ടിലെ ഫോൺ അങ്ങനെ ഒരു സൗകര്യമില്ലാത്ത ഒരു സമയമാണ്. ഗ്യാസ് അടപ്പം അങ്ങനെയൊന്നുമില്ല, വിറക് കത്തിക്കണ ഒരു സമയം, വീട്ടിലെ ഓലയും മടലും വിറകൊക്കെ കത്തിക്കണ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ കയറ് രണ്ട് സൈഡിലും ഒരു വശത്തെ കയറ് വെല്ലിക്കാക്ക പൊക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ മറ്റേ വശത്തെ കയറ് ഇത്തയും പൊക്കും. അങ്ങനെ പൊക്കി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. വെല്ലിക്കാക്ക അള്ളാ മോളെ വിടല്ലേ, കൈ പിടിച്ചോന്ന്. ആയത്തെ അങ്ങനെ തന്നെ പിടിക്കുമോ വിടല്ലേന്ന്. കാരണം കയറിൻ്റെ തുമ്പാണ് എൻ്റെ കയ്യിലിരിക്കണേ. ഈ ഒരു വശത്തെ നമ്മൾ വെള്ളം കോരണ കയറിൻ്റെ അങ്ങറ്റം തുമ്പ് അങ്ങറ്റം വരെ ഊർന്നു പോയി. ആ കയറ് എന്തോരം പോകാമോ അങ്ങനെ ഞാൻ ഊർന്നു പോയി കിണറിൻ്റെ വെള്ളത്തുമ്മ മുട്ടി തന്തവിരൽ മുട്ടി നിൽക്കുമ്പോൾ കിണറ്റിൻ്റെ മുകളിൽ നിന്ന് കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ബക്കറ്റ് പൊങ്ങി വന്ന് ആ കയശവും കൂടി എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഉള്ളിലേക്ക് ഞാൻ പോണേക്കാൾ മുന്നേ കുറച്ചുകൂടി പൊങ്ങി അങ്ങോട്ട് പോയാൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകും. ആ പൊങ്ങി വന്നപ്പോൾ എനിക്ക് ആ വശം എനിക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടി, അത് എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും എന്നെ ഇങ്ങനെ ഒരു പൊക്കി പാളയിൽ വെള്ളം കോരി എടുക്കും പോലെ ഇങ്ങനെ ഓരോ രണ്ട് വശങ്ങളും ഓരോ വശമല്ലേ പാളയിൽ വെള്ളം കോരണേ. ഇത് രണ്ട് ഭാഗം കൂടിയും രണ്ട് കയറും കൊണ്ട് പൊക്കി എടുക്കുമ്പോൾ ഞാൻ കിണറിൻ്റെ ഉള്ളിൽ കിടന്ന് കിണറിൻ്റെ ആ കല്ലുകളിൽ മണ്ണിലും ആ കല്ലിലും ഇങ്ങനെ വലിഞ്ഞ് ഒരിഞ്ഞ് എന്നെ അവർ ഒരച്ച് അതൊക്കെ മെല്ലെ എൻ്റെ മുകളിലേക്ക് എടുത്ത് ഏതാനും ഒരുപാട് ദീർഘസമയം അവർ പരിശ്രമിച്ചു എന്നെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി. 5 മിനിറ്റോ 10 മിനിറ്റോ അല്ല എന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ മണിക്കൂറോളം എന്നെ ശ്രമിച്ച്. അതായത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അത്രയും വെയിറ്റുള്ള ഞാൻ എന്നെ ഒരു പൂച്ചക്കുട്ടിയൊന്നുമല്ലല്ലോ, മനുഷ്യക്കുട്ടിയല്ലേ. അതുമല്ല കയറിൻ്റെ അങ്ങറ്റമാണ് എൻ്റെ കയ്യിലിരിക്കണേ. അപ്പോൾ ആ കൈയിൻ്റെ അങ്ങറ്റത്തുനിന്ന് അവർ പിടിച്ച് വലിക്കുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് എൻ്റെ കൈയുടെ ഉള്ളിൽ നിന്ന് ആ കയറ് വീണ് പോയാൽ ഞാൻ കെന്നിയുടെ ഉള്ളിലേക്ക് പോകൂലേ. അപ്പോൾ അതുകൊണ്ട് അവർ പതുക്കെ മെല്ലെ ഉരച്ച് എങ്ങനെ ഉറുമ്പഴിയും പോലെ നീക്കി എന്നെ ഇങ്ങനെ വലിച്ച് പിടിച്ചോട്ടാ വിടലേട്ടാ. കാരണം അവർക്ക് പേടി. ഒരറ്റം അങ്ങറ്റമാണ് കയ്യുടെ ഉള്ളിലിരിക്കണേ, ഒരറ്റത്തെ പാളയം കയറാണ് ഉള്ളിലിരിക്കണേ. അപ്പോൾ ഈ അറ്റം വിട്ടുപോയാൽ പാളയപ്പാടി കിണറ്റിലേക്ക് പോകും, ബക്കറ്റേപ്പാടി കിണറിലേക്ക് പോകും. ബക്കറ്റ് വിട്ടുപോയാൽ ഈ അറ്റത്തെപ്പാടി ഞാൻ കിണറ്റിലേക്ക് പോകും. അപ്പോൾ 2 പേർക്കും അള്ളാഹുൽ തവക്കലത്ത് ചെയ്തിട്ട് അള്ളാഹിനെ വിളിച്ച ഒരു പതുക്കെ മെല്ലെ പൊക്കി ഇങ്ങനെ ദീർഘനേരത്തെ പരിശ്രമത്തിൻ്റെ ഇടയിൽ എന്നെ മുകളിലേക്ക് എടുത്ത് വന്നപ്പോൾ വേഗം കൈക്കറി എൻ്റെ വെലിക്കാക്ക് പിടിച്ച് എന്നെ മുകളിൽ നിന്ന് കയറ്റി ഇറക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരിഞ്ഞ് എൻ്റെ ശരീരമൊക്കെ മൊത്തം ഒരഞ്ഞ് പൊട്ടി ഇങ്ങനെ ബ്ലഡ് എടുക്കും പോലെയായിരുന്നു. പക്ക് മൊത്തം ശരീരം മൊത്തം ശരീരത്ത് കാലും ശരീരം ഇവിടം വരെ ഇങ്ങനെ മുറിഞ്ഞോണം ഇങ്ങനെ ഒടിഞ്ഞ്. എന്നിട്ട് പിന്നെ എന്നെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ തന്നെ അന്ന് വെള്ളം ചൂടാക്കി ഉപ്പൊക്കെ ഇട്ട് പിടിച്ച് എല്ലാവർക്കും ഭയങ്കര അത്ഭുതകരമായ ഒരു ഇതായിരുന്നു അന്നത്തെ സംഭവം. എന്ന് പറഞ്ഞാൽ കിണറിൽ വീണിട്ട് വെള്ളത്തിൽ പോകാതെ രക്ഷപ്പെട്ട്, കിണറിൽ വീണിട്ട് അതിൽ നമുക്ക് ഇത് കിണറിൽ വീഴാണ്ട് ഇങ്ങനെ നിൽക്കണ ഒരാളെ കിണറ്റിൽ നിന്ന് മുകളിൽ നിന്ന് പൊക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് കയറുമ്പോൾ ഒരു സാന്നിധ്യത്തിലാണല്ലോ. അപ്പോൾ അത് അള്ളാഹു നമുക്ക് വെച്ചേക്കണ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണല്ലോ. നമുക്ക് ഇനിയും ആയുസ് തീർന്നിട്ടില്ല. ഇനി ഇതിൽ ഒരു വലിയ പാഠം എല്ലാവർക്കും പഠിക്കാനും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനും ഇനിയുള്ള കാലങ്ങളിൽ ഇത് അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് സംഭവങ്ങൾ എനിക്ക് വരാനുണ്ടെന്നും അതിൽ നിന്നൊക്കെ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് ജീവിക്കാനുള്ള ഒരു സംഭവം അള്ളാഹു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ വീട്ടുകാർക്കും എനിക്കുമൊക്കെ ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങളിത് ഇഷ്ടമായാൽ എനിക്ക് വേണ്ടി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടമല്ല, അത് കേൾക്കാൻ കൗതുകം ആകാംക്ഷയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ യാഥാർത്ഥ്യ സംഭവമാണ്. അതിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.